ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു നോർത്ത് ഈസ്റ്റ് ടൂർ പാക്കേജിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം മുമ്പ് ഞാനും എൻ്റെ വൈഫും പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് റിലേഷനുമായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് മേഘാലയ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായി. 6 നൈറ്റും 7 പകലും, 6 നൈറ്റ് 7 ഡേയ്സ് അങ്ങനത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ. അത് ബാംഗ്ലൂരിൽ നിന്നാണ് പോയത്. ഫ്ലൈറ്റിന് ഗുവാഹട്ടി പോകണം. അപ്പോൾ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടിയാണ് കേട്ടോ. അത് ആകാശ് എയറാണ്. അപ്പോൾ അതിലാണ് പോകാൻ പോണത്. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് 5 മണിക്കാണ് ഈവനിങ്. ഗുവാഹട്ടിയിൽ 8:30 മണിക്ക് എത്തുന്നതാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ടൂറൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നത് ആളുടെ നമ്പറാണിത്. ഒരു ആസാമി പയ്യനാണ്, അവൻ്റെ പേര് കമൽദാസ് എന്നാണ്. അപ്പോൾ അവൻ നല്ല ഒരു ആളാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ നമ്പറാണ് കേട്ടത്. ആ ഡ്രൈവർ അയാളാണ് നമ്മളെ എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് പോകണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പയ്യനെല്ലാം ചെയ്തു തരും നിങ്ങൾക്ക്. നല്ലൊരു പയ്യനാണ് കേട്ടോ. അവൻ്റെ പേര് കമൽദാസ് എന്നാണ്. അവൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തത്. ഇനി ഞാൻ സ്ക്രീനിലിടാൻ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോ. അപ്പോൾ ഞാനും എൻ്റെ വൈഫും പിന്നെ ഞങ്ങളുടെ റിലേഷനിലായ 2 പേരും കൂടിയാണ് പോയത് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ആകാശ് എയർ ടേക്ക് ഓഫായി. ഇനിയിപ്പോൾ ഗുവാഹട്ടി വരെ നിങ്ങൾ ആകാശ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓരോ ദിവസത്തെ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം. അറിയാലോ, കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് എൻ്റെ ചാനലൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫായി ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്. അങ്ങനെ അത് ഗുവാഹട്ടിയിൽ ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗുവാഹട്ടിയിലാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടിക്ക് 3.5 മണിക്കൂറാണ്. ആകാശ് എയറിൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഗുവാഹട്ടിയിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഇത് ഗുവാഹട്ടി എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് പുറത്ത് വരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളൊരു പ്രീപെയ്ഡ് ടാക്സിയാണ് ബുക്ക് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് പോകണം. അത് ഹോട്ടൽ ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ബുക്ക് ചെയ്തേക്കണത് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസത്തെ നൈറ്റിന് വേണ്ടിയിട്ട്. ഇനി നാളെ തൊട്ടാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആവുന്നത്, നാളെ രാവിലെ തൊട്ട്. അപ്പോൾ ഇതാണ് ഗുവാഹട്ടി എയർപോർട്ട്. അത്ര വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ഒരു പ്രീപെയ്ഡ് ടാക്സി വിളിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട്, അത്രേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. അത് ഇവിടുന്ന് പ്രീപെയ്ഡ് ടാക്സിക്ക് 400 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യണം കേട്ടോ അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഡിന്നറാണ്, വെജിറ്റേറിയൻ ഡിന്നറാണ്. അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയി നാളെ ഇനി കാലത്ത് ഉള്ള വീഡിയോ. ഇതാണ് ഹോട്ടൽ, നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അടിപൊളി ഹോട്ടലാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ ഒന്ന് കാണുകയാണ് എല്ലാവരും കൂടി. നന്നായിട്ടുണ്ട് ഹോട്ടലൊക്കെ കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം രാത്രിയല്ലേ ഉള്ളൂ. അത് കാരണം നമ്മളിപ്പോൾ റൂമിലെത്തിയപ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞു, 9:30 ആയി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചു, അവിടെ നിന്ന് തന്നെ കഴിച്ചു ഞങ്ങൾ ഫുഡ്. അപ്പോൾ ഇനി നാളെ കാലത്തോട്ട് ഞങ്ങളുടെ ഡേ 1 ട്രിപ്പ് തുടങ്ങണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ട്രിപ്പ് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അവിടെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഡ്രൈവർ, ഇവൻ്റെ പേര് കമൽദാസ് എന്നാണ്. ഇവൻ്റെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഡ്രൈവറാണ്, നല്ലൊരു പയ്യനാണ്. അവന് ഹിന്ദി മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ അതിന് ട്രിപ്പ് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് അവൻ്റെ അടുത്ത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവനെല്ലാം ചെയ്തു തരും. നിങ്ങൾക്ക് കാറ്, റൂം, അതുമാതിരി നല്ല നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളെല്ലാം അവൻ കാണിച്ചു തരും നിങ്ങൾക്ക്. അപ്പോൾ ഒരു നല്ലൊരു ആസാമി പയ്യനാണ്, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ്റെ സർവീസൊക്കെ സൂപ്പറായിരുന്നു. നമ്മൾ നല്ല ടേക്ക് കെയർ ചെയ്തു, നല്ല സേഫായിട്ടാണ് കൊണ്ടുപോയത്. എല്ലാ സ്ഥലങ്ങളിലും കാണിക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളും എപ്പോഴെങ്കിലുമൊക്കെ നോർത്ത് ഈസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ടൂർ പാക്കേജ് കമ്പനിയായിട്ട് പോവുകയാണെങ്കിൽ, ഞങ്ങളിപ്പോൾ ടൂർ പാക്കേജ് കമ്പനിയായിട്ടാണ് പോയത്. പക്ഷെ അവർ ഡൽഹിയിലാണ് ഓരോ ഹെഡ് ഓഫീസ്. അവർ ഈ പയ്യൻ്റെ നമ്പറാണ് കൊടുത്തത്. ഇവിടെ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ അസസ് ചെയ്തോളും. അവനാണ് നിങ്ങളെല്ലായിടത്തും കൊണ്ട് കാണിക്കാനും സൈറ്റ് സീയിങ്ങിനും റൂമിലൊക്കെ കൊണ്ടാക്കി എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 7 ദിവസം ഇവൻ തന്നെയായിരിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അവനായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഇവനക്ക് എല്ലാ സ്ഥലങ്ങളും അറിയാം, ഇവർ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് വരും ടൂറൊക്കെ. കാറും ഉണ്ട് ഇവരുടെ അടുത്ത്, 2 ഇന്നോവ 2 സ്വിഫ്റ്റ് കാറുണ്ട്. അപ്പോൾ ഇവർ തന്നെ എല്ലാ പാക്കേജും റെഡിയാക്കി നമുക്ക് തരും. അപ്പോൾ നമ്മൾക്ക് ടൂർ കമ്പനിക്കാർ അറേഞ്ച് ചെയ്ത് തന്നെ ആ റേറ്റിനെക്കാട്ടി ഒരു 10-25,000 രൂപ കുറച്ചവൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്യാരണ്ടി ആയിട്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയാൻ പറഞ്ഞു. അവൻ എല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞ്.
റൂമും ഹോട്ടൽസും അതെ റൂമും ഫുഡും സൈറ്റ് സീയിങ്ങും കാറൊക്കെ അവരുടെ വകയായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടൂർ കമ്പനിയായിട്ട് ചെയ്യാനായിട്ട് നല്ലത് ഇവരങ്ങനെയുള്ള ആൾക്കാരായിട്ട് അവർ ഡൽഹിയിൽ ബോംബെയിലൊക്കെ ഇരുന്ന് നമ്മളെ ബുക്ക് ചെയ്ത് അവർ ഇവർക്കാണ് നമ്മുടെ പാക്കേജ് ഇത് കൊടുക്കണം, കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലും ഭേദം നമ്മൾ നേരിട്ട് ഇവരായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് 10-25,000 രൂപ ലാഭം കിട്ടുമല്ലോ, അതല്ലേ നല്ലത്. അപ്പോൾ അതാണ് ഞാൻ പയ്യൻ്റെ നമ്പർ സ്ക്രീനിലിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോകാനുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ കാശ് അഡ്വാൻസ് ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എയർപോർട്ടിൽ പോയി ഇറങ്ങി പുറത്തു വന്ന് അവനെ കണ്ട് നിങ്ങൾക്ക് അവനെ നല്ല വിശ്വാസം വന്നിട്ട് ശേഷം നിങ്ങൾ കാശ് കൊടുത്താൽ മതി, ടാക്സിയുടെയും റൂമിൻ്റെയൊക്കെ കേട്ടാ. അപ്പോൾ അത് എത്ര ഗ്യാരണ്ടിയുള്ളൊരു ഫൈനാണ്, നല്ലൊരു ഫൈനായിരുന്നു, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ ഫസ്റ്റ് വിളിച്ച് സംസാരിക്കുക. അവന് ഹിന്ദി ഇംഗ്ലീഷ് അറിയാം. നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ മാത്രം അവനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ടൂർ പാക്കേജ് നിങ്ങൾ അറേഞ്ച് ചെയ്യുക കേട്ടാ. പക്ഷേ നമ്മൾ വലിയ വലിയ ഓഫീസിൽ കമ്പനിക്കാരായിട്ടൊക്കെ കോൺടാക്ട് ചെയ്താലോ അവരിങ്ങനെയുള്ള ആൾക്കാരാണ് ഏൽപ്പിക്കണം നമ്മളിത് കാശ് മേടിച്ചിട്ട്. അത് വേറെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇവരായിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ കുറച്ച് ലാഭം കിട്ടുമല്ലോ. വേണ്ടിയാണ് നമ്മൾ സജഷൻ കേട്ടോ. അപ്പോൾ ഓൺ ദ വേല ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തി അനുരാഗ് ധാബ എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു ആസാമീസ് വെജിറ്റേറിയൻ ധാബയാണ് കേട്ടോ. അപ്പോൾ അതിനോട് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ മാത്രം മതി. നമ്മൾ പിന്നെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അധികം നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. ഇത് ആസാമീസ് താലിയാണ് ഞങ്ങൾ എല്ലാവരും മേടിച്ച്. സൂപ്പറായിരുന്നു. നമ്മുടെ ഇവരുടെ ആസാമീസ് താലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊന്നും ഇങ്ങനത്തെ കഴിച്ചിട്ടില്ല, ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല. ഇത് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. നിറയെ വെജിറ്റബിൾസും ലീവ്സൊക്കെ ഇലക്കറികളും ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഞങ്ങൾക്ക് 4 പേർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഈ താലി. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും അവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതാണ് ഇങ്ങനെയൊക്കെ പറയണത് കേട്ടോ. പക്ഷേ നോൺ വെജ് എന്ത് വേണമെങ്കിലും കിട്ടും കേട്ടോ. നോൺ വെജിൻ്റെ റെസ്റ്റോറൻറ്റും ഉണ്ട്, നോൺ വെജ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടംമാതിരി ഉണ്ട്, ഹോട്ടലുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കി സെലക്ട് ചെയ്ത് അത് ഡ്രൈവർ പൈൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ അവിടെ കൊണ്ടാക്കി തരും നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലമാണ്, കാണേണ്ട ഒരു സ്ഥലമാണ്, നല്ല ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജഷൻ ചെയ്യാണ് എവിടെയെങ്കിലുമൊക്കെ. ഇത് ഞങ്ങളൊരു പോണ വഴിയിലൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു ശിവൻ്റെ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി നിർത്തിയാണ്. ശിവൻ്റെ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയ സ്ഥിതിക്ക് എല്ലാം കാണുമല്ലോ. ഇത് ഇത് അവിടെയുള്ള ഓട്ടോകളാണ്. ഇത് ബൈക്കിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഓട്ടോയാണ് കേട്ടോ. ഇത് ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം വിട്ടിട്ട് ബാക്കിൽ 2 സീറ്റാണ്. ആ 2 സീറ്റിലും ഈ 2 പേര് ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു തിരിച്ച് നേരെ നോക്കിയിട്ട്. ലഗേജൊന്നും അധികം വെക്കാൻ പറ്റുന്ന മാതിരി കണ്ടില്ല. പക്ഷേ നമ്മുടെ കാലിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബാഗുകളൊക്കെ വെക്കാം. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ആ ശിവൻ്റെ ടെമ്പിൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തൊന്നും കയറിയില്ല, അങ്ങനെ കുറച്ച് ദൂരത്തുനിന്ന് അതൊക്കെ കണ്ടുവന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അങ്ങനെ അവിടെ നിന്ന് പോയി. ഓരോ ആട്ടോയിൽ എത്ര പേരായിരിക്കണമെന്ന് അറിയും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ 4 പേരെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങളങ്ങനെ ഇവിടുന്ന് കാശിരംഗയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാശിരംഗ എന്ന് പറഞ്ഞാൽ ആസാമിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ്. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇഷ്ടംമാതിരി അനിമൽസ് ഉണ്ട്. ആ പോണ വഴിയിൽ കണ്ട ഒരു ഇതാണ് അതിനുവേണ്ടി ആ ഒരു ചിമ്പാൻസി ഹെലികോപ്റ്റർ പിടിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തൊരു പാർക്ക്. ഇതാണ് കാശിരംഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലുള്ള ആ കാശിരംഗയുടെ പാർട്ടാണ് ഈ സ്ഥലമൊക്കെ. കാശിരംഗ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഏരിയ ആണ്. അപ്പോൾ അവിടെ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഇതാണ് മറ്റേ നമ്മുടെ റൈനോ കണ്ടാമൃഗല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ. അതാണ് അവിടുത്തെ പ്രത്യേകത. അത് അധികം നാഷണൽ പാർക്കുകളിലൊന്നുമില്ല. ഈ കാശിരംഗയിൽ അത് നിറച്ചുണ്ട്. പിന്നെ ഈ ആസാമിൻ്റെ ദേശീയ മൃഗം തന്നെ കണ്ടാമൃഗമാണ്. എവിടെ പോയാലും അതിൻ്റെ സ്റ്റാച്ചുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സുവനീറൊക്കെ അതിൻ്റെയാണ് കിട്ടും നമുക്ക്. അത് കാരണം അവരുടെ മെയിൻ ഒരു മൃഗമാണ് ഈ റീനോ. ഇത് ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ കുറച്ച് നിർത്തി ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ നോക്കി കുറേ അനിമൽസിനെയൊക്കെ കണ്ടില്ലേ. നല്ല കുറേ കിളികൾ, പലതരത്തിലുള്ള ദേശാടന കിളികൾ, അതൊക്കെ കണ്ടു. പിന്നെ കാട്ടുപോത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിന്ന് സ്റ്റേ ഇവിടെ കാശിരംഗലാണ്. അവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. കാശിരംഗയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 നൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാശിരംഗയിൽ ഇന്ന് പോയി റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷപ്പായിട്ട് പിന്നെ പുറത്ത് ചെറിയ എന്തോ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ പോകണമെന്നാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്കുള്ള വ്യൂസാണ് ഈ കണ്ടതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, അന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഓട്ടോ ആണ് ഇത്. അടിപൊളിയാണ്, കണ്ടില്ലേ. ഈ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ്, ബാക്കിൽ
ഇവിടെ 2 പേരിരിക്കാം, ഇപ്പുറത്ത് 2 പേരിരിക്കാം, അങ്ങനെ 4 പേര്. ഇതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ താമസിക്കുന്ന റിസോർട്ട് കിട്ടുക അന്നത്തെ. ആ റിസോർട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടുന്ന് ഒരു 100 മീറ്റർ ഉണ്ട് ഉള്ളിലേക്ക്. അപ്പോൾ ആ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നാളെയും ഇവിടെയാണ് സ്റ്റേ ആയിട്ടാ. റിസോർട്ടിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു എക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ ഹട്ടുകളാണ്, കാണാൻ നല്ല രസമാണ്. ഈ പോണ ആളാണ് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ്, അതാണ് ഓഫീസ്. ഇതിലായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയി സംസാരിച്ച് ഞങ്ങളുടെ കീ ഒക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയി കണ്ടിട്ട് 2 റൂമാണ് ഞങ്ങൾ ഇവിടെ തരണം കേട്ടോ. അപ്പോൾ ഓരോ റൂമിൽ 2 പേരാണ്. അപ്പോൾ ഞാനും വൈഫും പിന്നെ നമ്മുടെ സ്വന്തക്കാർ അങ്ങൊരു ഭാര്യയും, അങ്ങനെ 2 റൂമാണ്. പല സൈസിലുള്ള റൂമുകളാണ്, എല്ലാം സിംഗിൾ റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റൂം ലാസ്റ്റിലാണ്, അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ റൂമിലോട്ടുള്ള വഴിയാണിത്, കണ്ടില്ലേ? എല്ലാം ഈ മുള കൊണ്ടാണ്, ബാമ്പൂലി ഉണ്ടാക്കിയാണ് റൂമുകളാണ് കേട്ടോ. ഞങ്ങളുടെ ലഗേജാണ് അവിടുത്തെ പയ്യനെ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റൂമിലോട്ട്. അപ്പോൾ ഇതൊക്കെ കാണാനും ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മളെല്ലായിടത്തും ഈ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറിലൊക്കെ ഉണ്ടാക്കുന്ന ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരുവുകളായിട്ട് വാലികളായിട്ടല്ലേ. പക്ഷേ ഈ ആസാമിൽ ഞങ്ങൾ അധികം കണ്ടത് സാധാരണ നമ്മുടെ സ്ഥലത്ത് നിന്ന് പറമ്പിൽ ലാൻഡിലിങ്ങനെ നിരപ്പായിട്ടുള്ള സ്ഥലത്താണ് ഈ തേയിലത്തോട്ടം ഉണ്ടാക്കിയത്. ഇത് കണ്ടില്ലേ? ഇത് തേയിലത്തോട്ടമാണ് ഇവിടുത്തെ, ചെറിയൊരു തേയിലത്തോട്ടമാണ് കേട്ടോ. അതിൻ്റെ അകത്താണ് ഈ റിസോർട്ട്. അതിൻ്റെ അകത്തുള്ള റൂമുകളൊക്കെയാണ് കാണുന്നത്. പിന്നെ ചെറുതായിട്ട് ഇവിടെ ഒരു ക്യാമ്പ് ഫയറിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ. ഇപ്പോൾ ഇവിടെ 8 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ കണ്ണാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂമിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കാണിച്ചു തരാം. കണ്ടില്ലേ തേയിലത്തോട്ടം? ചെറുതാണെങ്കിലും കാണാൻ നന്നായിട്ടുണ്ട്, നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് നമ്മുടെ റിലേഷന്. അങ്ങൊരു വൈഫ് ഈ റൂമിലാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമാണ് ഇപ്പുറത്തല്ലേ, ലാസ്റ്റ് റൂമാണ്. എല്ലാ റൂമും ഫുള്ളാണ് കേട്ടോ. എല്ലാ റൂമിലും കസ്റ്റമർ ഉണ്ട്. ഇതാണ് റൂമിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. 2 ചെയറൊക്കെ ഇട്ടിട്ട് ബാൽക്കണി പോലെ നല്ലൊരു അടിപൊളിയാണ്. സ്റ്റെപ്പ് മുകളിൽ കയറാനുള്ള ഈ ഹാൻഡ് റെയിലൊക്കെ വുഡിൻ്റെയാണ്. പിന്നെ ഫ്ലോറിംഗ് ഒക്കെ മുളകൊണ്ടാണ്, ബാമ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കാർപ്പറ്റ് ഇട്ടൊക്കെയാണ് കേട്ടോ. അത് കാരണം ഒന്നും അറിയില്ല. ഇതാണ് മെയിൻ ഡോറ്. ഇത് ഷൂസൊക്കെ ഇവിടെ ഊരിക്കുന്ന ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഴുക്കൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 2 ചെയർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഈ മുളകൊണ്ട് ഉണ്ടാക്കിയ ചെയറുകളാണ്. കട്ടിലിൻ്റെ ഫ്രെയിമും കൂടി നോക്കി അതൊക്കെ ബാമ്പുമാണ്. ഇത് ചുമര് കംപ്ലീറ്റ് ഈ ബാമ്പ് കൊണ്ട് നെയ്തിട്ടുള്ള ചുമരുകളാണ്, ഉണ്ടാക്കിയതാണ്. സിമെൻറ്റ്, മണൽ, കല്ലുകൾ അങ്ങനെ ഒരു സാധനവും കേട്ടോ ഇവിടെ. എല്ലാം എക്കോ ഫ്രണ്ട്ലിയാണ്, അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. പിന്നെ 2-3 ജനലുണ്ട്. ഇത് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് നോക്കാനുള്ള ജനലുണ്ട്, പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കാനുള്ള ഒരു ജനലുണ്ട്, റൈറ്റ് സൈഡിലേക്ക് നോക്കാനുള്ള ഒരു ജനലുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ റൂമിലും 2-3 ജനലകളൊക്കെ ഉണ്ട്. ഇതൊരു ജനലാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് കുളിക്കാനൊക്കെ ഉള്ളത്. ഇത് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇവിടെ നമ്മുടെ തുണികളൊക്കെ എന്തെങ്കിലും കഴുകി ഉണക്കാനും പിന്നെ ടവലുകളൊക്കെ ഇടുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ അകത്ത് നല്ല വാഷ് ബേസ് ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അടിപൊളി നല്ല നീറ്റായിട്ട്, കുറച്ച് നീളത്തിലാണെങ്കിലും നല്ല നീറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ചൂടുവെള്ളത്തിനുള്ളതുണ്ട്, ഷവറുണ്ട്, എല്ലാം ഉണ്ട്. ഷാമ്പു, സോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമും കുഴപ്പമില്ല, അടിപൊളിയാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ്. വേണ്ടല്ലേ? അപ്പോൾ ഇതാണ് റൂമിൻ്റെ വ്യൂ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ ഒന്ന് താമസിക്കാൻ നല്ലൊരു ഇതാണ്. ഫാമിലിയായിട്ടും വരാം, ബാച്ചിലറാണെങ്കിൽ ബാച്ചിലറായിട്ടും വരാം. അങ്ങനെ എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു റിസോർട്ടാണിത്. അപ്പോൾ നിങ്ങളും ഒന്ന് നോർത്ത് ഈസ്റ്റ് ട്രിപ്പൊക്കെ ഒന്ന് ബുക്ക് ചെയ്ത് ഈ സ്ഥലങ്ങൾ, ഇവിടുത്തെ കൾച്ചറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ പിന്നീട് അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ കമൻറ്റുകൾ അയക്കണം എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവലറല്ല.